സദൃശവാക്യങ്ങൾ 14 അധ്യായം 32 വാക്യം 2 ഭാഗം. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. ഏതു മനുഷ്യനും തൻ്റെ മരണം ഒരു നാൾ ഉണ്ടാകും എന്ന അറിവുണ്ട്. എന്നാൽ എപ്പോൾ അതുണ്ടാകുമെന്ന അറിവ് ഏവർക്കുമില്ല. മരണക്കിടക്കയിൽ ദുഃഖത്തോടെ വിട പറഞ്ഞവരാണ് മനുഷ്യരിലേറെയും. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ അമ്മ തന്നെ വന്ന് കാണുന്നതുവരെ 2 ദിവസത്തേക്ക് ജീവിതം ദീർഘിപ്പിക്കാമോ എന്ന് തന്നെ ചികിത്സിക്കുന്ന അന്നത്തെ അതിവിദഗ്ധരായ വൈദ്യന്മാരോട് കേണപേക്ഷിച്ചു. എന്നാൽ ബൈബിളിലെ ചിലരുടെ മരണം ഒരു വ്യക്തിയുടെ മരണസമയത്തെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ ഉപദേശിക്കുന്നതാണ്. ഉൽപ്പത്തി 49 ഒടുവിൽ തൻ്റെ മക്കളെയും ചെറുമക്കളെയും അരികിൽ വിളിച്ച് അനുഗ്രഹിച്ച അനന്തരം കട്ടിലിലേക്ക് കാലെടുത്ത് വെച്ച് സമാധാനത്തോടെ മരിച്ച യാക്കോബിന്റെ ചിത്രം ഹൃദയസ്പർശിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത അധ്യായത്തിന്റെ ഒടുവിൽ യോസേഫ് തൻ്റെ വംശത്തിന് വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിട്ട് ഇഹലോകം വിടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7 ഒടുവിൽ തന്നെ അനേകർ കല്ലെറിയുമ്പോഴും യാതൊരു ഭയവുമില്ലാതെ തന്നെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ നിൽക്കുന്ന യേശുവിനെ ദർശിച്ചുകൊണ്ടും തന്നെ കൊല ചെയ്യുന്നവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സ്തേഫാനോസ് രക്തസാക്ഷിയാകുന്നു. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. ലൂക്കോസ് 23:46. ഈ ലോകം വിട്ടുപിരിഞ്ഞാൽ താൻ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുമെന്നും അതാണ് അത്യുത്തമമെന്നും പൗലോസ് കാണുന്നു. ഫിലിപ്പിയർ 1:23. തൻ്റെ ജീവിത സായാഹ്നത്തിൽ താൻ മരിച്ച് നിത്യസ്വർഗത്തിൽ നീതിയുടെ കിരീടം പ്രാപിക്കുമെന്ന് പൗലോസിന് ഉറപ്പായിരുന്നു. 2 തിമോത്തിയോസ് 4:8. വിശ്രമിച്ചനന്തരം കാലാവസാനത്തിൽ തൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന വാഗ്ദത്തം ദൈവദൂതനിൽ നിന്ന് കേട്ടുകൊണ്ടാണ് ദാനിയേൽ മരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 12:13. ഈ പ്രത്യാശ നമുക്കുണ്ടോ? ഗോഡ് ബ്ലസ് യു.